ഹായ്, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ എവിടെ വരെയായി? നമുക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് കോട്ടയം സ്റ്റൈലിലുള്ള ഇഞ്ചിക്കറിയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ക്ലീനാക്കി ഈ വലിപ്പത്തിൽ കട്ട് ചെയ്യണേ. ഇങ്ങനെ റൗണ്ടായിട്ട് ഈ ഒരു സ്ലൈസിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. എല്ലാം ഒരേപോലെ ഒരേ കനത്തിൽ കട്ട് ചെയ്യാൻ നോക്കണം. ഇനിയും ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളമാണ്. ആ വെള്ളത്തിലോട്ട് നമുക്ക് ഈ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഇഞ്ചിയുടെ ആ ഒരു കുത്തുമണം ഉണ്ടല്ലോ, അതും പോകും. പിന്നെ ആ ഇഞ്ചിയുടെ ഒരു പശപ്പ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാണത്തില്ലേ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ലേ, ആ പശപ്പൊക്കെ പോവും. അങ്ങനെ ഒട്ടിയൊന്നും പിടിക്കത്തില്ല. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഒരു ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിത് ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു സ്ട്രെയിനറിലോട്ട് ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. 250 ഗ്രാം ഇഞ്ചിക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ കൊത്തി ഈ ഒരു പാകത്തിന് ഇങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ബാക്ക് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് ഒരേ കനത്തിൽ നമ്മളിങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. നമുക്കൊരു പാനിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണേ. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇനി നമുക്ക് നന്ന ബ്രൗൺ ആയിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാനാണ്. തേങ്ങ ഇപ്പം നല്ല ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. തേങ്ങ ഇപ്പം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. അപ്പം നമുക്ക് ആ സമയം ആ സെയിം എണ്ണയിൽ തന്നെ നമ്മുടെ ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചി ഇപ്പം വെള്ളമൊക്കെ പോയി നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലോട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്തെടുത്ത പോലെ തന്നെ നമുക്ക് ഇഞ്ചിയും വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് ചെറിയ തീയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാനേ. നമ്മുടെ ഇഞ്ചിയൊക്കെ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ സാധാരണ ഇഞ്ചിയൊക്കെ ഇങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പം ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇത് നമ്മൾ ആ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതും കൊണ്ടാണ് ആ ഇഞ്ചി ഈ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാത്തത്. ഇത്രയും എണ്ണ മിച്ചം വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. തേങ്ങയും വറുത്തെടുത്തു, നമ്മൾ ഇഞ്ചിയും വറുത്തു. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി മസാലയൊക്കെ റെഡിയാക്കുന്നത്. ഇവിടെ ഇപ്പം ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലെ പൾസ് മോഡിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട. ഞാൻ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടേ ഉള്ളേ. ഇഞ്ചി തരിതരിപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പൊടിഞ്ഞു പോയിട്ടില്ല. ഇനി അതിലോട്ട് തന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഫൈനായിട്ടൊന്നും അരിയണ്ട. നല്ല ഒരു തരിതരിപ്പായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണം തേങ്ങാക്കൊത്ത്. ആ ഒരു പരുവത്തിന് എടുക്കാവേ. തേങ്ങാക്കൊത്തും നമുക്കൊരു പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിനാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. നല്ല തരിതരിപ്പൊടി, ഇഞ്ചിയാണെങ്കിലും തേങ്ങാക്കൊത്താണെങ്കിലും ഒരു തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്തും ഇഞ്ചിയും വറുത്ത അതേ എണ്ണ തന്നെയാണ്. ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആ എണ്ണയിലോട്ട് തന്നെ നമുക്കൊരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 4 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിലോട്ടൊരു 3 വറ്റൽമുളക് കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില. കറിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു.
ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുവാണ്. പച്ചമുളക് ഇപ്പം നല്ല മൂത്ത മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ കായപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഇതിൻ്റെ ആ പച്ചക്കുത്ത് പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ച ഇഞ്ചിയും തേങ്ങാക്കൊത്തൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഇഞ്ചി എല്ലാ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ സമയം ഞാൻ ഈ ഇഞ്ചിക്കറി വെക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു 2 ചെറിയ നാരങ്ങ വലിപ്പമുള്ള വാളൻപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇനി ആ വാളൻപുളിയുടെ വെള്ളം നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചൊഴിച്ച് കൊടുക്കാറ്. നമ്മൾ ഇതുവരെ കറിക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. വാളൻപുളിയിൽ ചെറിയ ഉപ്പുണ്ട്. നോക്കിയിട്ട് നമുക്ക് ബാക്കി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ അച്ച് ശർക്കരയാണ്. ആ ശർക്കരയും കൂടെ നമുക്ക് ശർക്കര ഞാനിങ്ങനെ ചെറുതായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളമാണ്. വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് ഒരു 20 മിനിറ്റ് എങ്കിലും ഇത് ചെറിയ തീയിലൊന്ന് ഇരിക്കണം. കാരണം അതിൻ്റെ എണ്ണയെല്ലാം ഒന്ന് നമുക്ക് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പും മധുരവും പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടെ യോജിച്ച ഒരു കറിയാണ്. അപ്പം നമ്മൾ ഇതിന് എല്ലാം പാകമായി ഒന്ന് നോക്കണം, പുളിയും ഉപ്പും ഒക്കെ. എൻ്റെയൊക്കെ അമ്മച്ചി ഉണ്ടാക്കുന്ന കറി, അമ്മച്ചി ഈ രീതിയിലാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അമ്മച്ചി അത് സദ്യക്ക് 2 ദിവസം മുന്നെങ്കിലും അമ്മച്ചി ഈ കറി ഉണ്ടാക്കി വെക്കും. അപ്പം ഇരിക്കും തോറും ഈ കറിക്ക് ഒരു ടേസ്റ്റ് കൂടും. അപ്പം നിങ്ങളും ഒരു സദ്യക്ക് ഒരു 2 ദിവസം മുന്നെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ സദ്യക്ക് വിളമ്പുമ്പോൾ നല്ല പാകമായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ ഇലയിൽ നിന്ന് ഒഴുകിപ്പോകല്ലേ, ഇതുപോലെ ഇരിക്കും ഇലയിൽ ഒഴിക്കുമ്പോൾ. അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി വരും. ഇപ്പോൾ ഈ പാകം മതി നമുക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് ഒന്നും കൂടെ ചെറുതായിട്ട് കുറുകി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ കോട്ടയംകാരുടെ ഇഞ്ചിക്കറിയാണ്. എൻ്റെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം.